കെ വി പ്രമോദിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട പ്രതിയെ ഒളവണ്ണയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. ഇടുക്കിയിൽ ഭൂമി കയ്യേറ്റത്തിനെതിരെ കർശന നടപടിയുമായി ജില്ലാ വികസന സമിതി. കയ്യേറ്റം ഒഴിപ്പിക്കലിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ ഉടൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ഇടമലക്കുടി വീടുകളുടെ പുനർനിർമ്മാണം, മെഡിക്കൽ കോളേജിലെ നിയമനം തുടങ്ങി നിരവധി സുപ്രധാന തീരുമാനങ്ങളും യോഗം കൈക്കൊണ്ടു. ജില്ലയിലെ സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ കൂടുതൽ ശക്തമാക്കാനാണ് ജില്ലാ വികസന സമിതി തീരുമാനം. കയ്യേറ്റമൊഴിപ്പിക്കാനെത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുന്നവർക്കെതിരെയും വ്യാജപ്പട്ടയങ്ങൾ ചമച്ച് ഭൂമി കയ്യേറാൻ ശ്രമിക്കുന്നവർക്കെതിരെയും കർശന നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും. വാഗമൺ വരാട്ടുമേട്ടിൽ 10 ഏക്കർ സർക്കാർ ഭൂമി ഇതിനകം തിരിച്ചുപിടിച്ചെന്നും കൂടുതൽ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമെന്നും യോഗം വ്യക്തമാക്കി. ഇടമലക്കുടിയിലെ നിർമ്മാണം പൂർത്തിയാകാത്ത 58 വീടുകൾ വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കും. വീടില്ലാത്ത കുടുംബങ്ങളുടെ കണക്കെടുപ്പും നടത്തും. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കാൻ വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്താനും കോടികൾ വിലമതിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾക്ക് സുരക്ഷ ശക്തമാക്കാനും തീരുമാനമായി. ദേവികുളം, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ 4000-ലധികം വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകുന്നതിലെ തടസ്സത്തിനും പരിഹാരമായി. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് ബദൽ മാർഗം കണ്ടെത്തിയതായും യോഗം അറിയിച്ചു. ആനയിറങ്കൽ ജലാശയത്തിൽ ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ ബോട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കാൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഇടമലക്കുടിയിൽ 1.3 കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തിയാകാത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് യോഗത്തിൽ പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, MLAമാരായ എഫ് രാജ, റോയ് കെ പൗലോസ്, സേനാപതി വേണു, സിറിയക് തോമസ്, സബ് കളക്ടർ VM ആര്യ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ P പ്രവീൺ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. രാജ്യത്ത് പാചകവാതക വിലയിൽ ആശ്വാസം.